PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. PSC എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സും പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇനി വരുന്ന 2026 എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഇ. സന്തോഷ് കുമാർ. നോവൽ തപോമയുടെ അച്ഛനാണ് 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇ. സന്തോഷ് കുമാർ. നോവൽ തപോമയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവിയാണ് KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി KG ശങ്കരപ്പിള്ളയാണ്. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരമാണ് ടോവിനോ തോമസ്. നരിവേട്ട എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. ടോവിനോ തോമസിനാണ് ലഭിച്ചത്. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരമാണ് ടോവിനോ തോമസ്. ചിത്രം നരിവേട്ട. ആദ്യ അവാർഡ് ലഭിച്ച സിനിമയാണ് 2018. അപ്പോൾ 2018 എന്ന ചിത്രത്തിൽ ടോവിനോ തോമസിന് ആദ്യമായിട്ട് ലഭിച്ചിരുന്നു. രണ്ടാമതായി ലഭിച്ചത് നരിവേട്ട എന്ന ചിത്രത്തിലാണ് ടോവിനോ തോമസിന് ലഭിച്ചത്. അപ്പോൾ 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയുടെ പേരാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. രമൺ മാഗ്സസെ പുരസ്കാരം അറിയപ്പെടുന്നത് ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് രമൺ മാഗ്സസെ പുരസ്കാരം അറിയപ്പെടുന്നത്? ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായി എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈനാണ്. രമൺ മാഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈനാണ്. ഓർത്തു വയ്ക്കണം. അടുത്തത്, കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 1,11,111 രൂപയും ശില്പവും അടങ്ങിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 1,11,111 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയത്. 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം 2025 നേടിയ ജാപ്പാനീസ് ഗണിതശാസ്ത്രജ്ഞനാണ് മസാക്കി കഷിവാര. ഓർത്തു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗണിതശാസ്ത്ര മേഖലയിലാണ് ആബേൽ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പാനീസ് ഗണിതശാസ്ത്രജ്ഞനാണ് മസാക്കി കഷിവാര. പേരൊന്നുകൂടി ഓർത്തു വയ്ക്കണം, മസാക്കി കഷിവാര. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ നടൻ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയാണ് മലയാളം വാനോളം ലാൽസലാം. മലയാളം വാനോളം ലാൽസലാം. പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. അപ്പോൾ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്.
വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് 2025 കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവ വാര്യർക്ക് ലഭിച്ചത്. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ PB അനീഷ് കാർഷിക മേഖലയിൽ നിന്നുമായിരുന്നു. രാജശ്രീ വാര്യർ കലാരംഗം. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ PB അനീഷ് കേരള പ്രഭ പുരസ്കാരം PB അനീഷ് കാർഷിക മേഖല, രാജശ്രീ വാര്യർ കലാരംഗം. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ശശികുമാർ മാധ്യമ പ്രവർത്തനത്തിനായിരുന്നു. ഷഹൽ ഹസൽ മുസ്ലിയാർ വിദ്യാഭ്യാസ രംഗത്തിന്, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പിനായിരുന്നു. അഫ്ലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾക്കാണ് ലഭിച്ചത്. അപ്പോൾ 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവരെ ഓർത്തു വയ്ക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ഇതുമായി ബന്ധമില്ലാത്തവർ ആരൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ പേരുകളൊന്നും നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ശശികുമാർ മാധ്യമ പ്രവർത്തനത്തിനും, ഷഹൽ ഹസൽ മുസ്ലിയാർ വിദ്യാഭ്യാസ രംഗം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഫ്ലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകൾക്കാണ് ലഭിച്ചത്. 2025 നോബൽ പുരസ്കാരം ലഭിച്ചവരെ നോക്കാം. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മരിയ കൊറീന മക്കാഡോ. വെനസ്വേലക്കാരിയായിരുന്നു മരിയ കൊറീന മക്കാഡോ. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മക്കാഡോ, വെനസ്വേലയാണ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രസ്ന ഹോർക്കൈ. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരനാണ്, ഓർത്തു വയ്ക്കണം, ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രസ്ന ഹോർക്കൈ. വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിന് 2025 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡൊവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. അപ്പോൾ വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിന് 2025 ഭൗതികശാസ്ത്രത്തിനുള്ള ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡൊവറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡൊവറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന് 2025 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബർട്ട്സൺ, ഒമർ M. യാഗി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളാണ് വികസിപ്പിച്ചത്. 2025 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബർട്ട്സൺ, ഒമർ M. യാഗി. കെമിസ്ട്രിയിലാണ് ലഭിച്ചത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡൻ, ഷിമോൺ സക്കാഗുച്ചി. അപ്പോൾ മെഡിസിന് 2025 മെഡിസിന് നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയായിരുന്നു? മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡൻ, ഷിമോൺ സക്കാഗുച്ചി. എന്തിനായിരുന്നു ലഭിച്ചത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡൻ, ഷിമോൺ സക്കാഗുച്ചി. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവരാണ് ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. ഷാഹിന അലി 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പൈൻസിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനാണ് ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ. ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പൈൻസിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനാണ് ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ.
മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. നോവൽ ഗോപ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് ലഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. പി എൻ ഗോപികൃഷ്ണനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്. കെ അരവിന്ദാക്ഷന് ലഭിച്ചത് 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് ലഭിച്ചത്. ഗോപ എന്ന നോവലിലായിരുന്നു ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. നോവൽ അല്ലോഹലൻ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത്തെ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാട്. നോവൽ അല്ലോഹലൻ. മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. നോവൽ തപോമയുടെ അച്ഛൻ. മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ. നോവൽ തപോമയുടെ അച്ഛൻ. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനായിരുന്നു. തപോമയുടെ അച്ഛൻ എന്ന നോവലിനായിരുന്നു ലഭിച്ചത്. അപ്പോൾ മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡും 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ്. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് സലിൽ മാങ്കുഴി ആനന്ദലീല എന്ന നോവലിനാണ്. മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സലിൽ മാങ്കുഴി ആനന്ദലീല എന്ന നോവലിനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് കെ വി കുമാരൻ. എസ് എൽ ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് കെ വി കുമാരൻ. എസ് എൽ ഭൈരപ്പ എഴുതിയ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ്. നോവൽ റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. നോവൽ റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. നോവൽ പെൻഗിനുകളുടെ വൻകരയിൽ. നോവൽ പെൻഗിനുകളുടെ വൻകരയിൽ. 2025 എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 5 മലയാളികൾക്കാണ്. അപ്പോൾ 2025 5 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായർ. അപ്പോൾ 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? എം ടി വാസുദേവൻ നായർക്കാണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഷ് ഹോക്കിയിലും, ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധൻ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം. പി ആർ ശ്രീജേഷ് ഏത് മേഖലയാണ്? ഹോക്കിയിലാണ്. ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധനാണ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞ, ഐ എം വിജയൻ ഫുട്ബോൾ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ സംഗീതജ്ഞയാണ്, ഐ എം വിജയൻ ഫുട്ബോൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടിയാണ് ശോഭന. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരമെന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച സിനിമാ നടി ആരാണ്? ശോഭനയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്.
നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരനാണ് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരനാണ് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവറാണ് ജിതിൻ വിജയൻ. ഇപ്പോൾ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവറാണ് ജിതിൻ വിജയൻ. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് പ്രഭാവർമ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് പ്രഭാവർമ്മ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ KP ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ KP ശങ്കരൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫിനാണ്. അപ്പോൾ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫാണ്. 2025 തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹനായത് ദിമീഷ് മണിയൂറാണ്. കഥ മോനിയലല്ല. 2025 തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹനായത് ദിമീഷ് മണിയൂർ. കഥ മോനിയലല്ല. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അപ്പോൾ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കൊല്ലം എന്തായിരുന്നു? മികച്ച ജില്ലാ പഞ്ചായത്തായിരുന്നു കൊല്ലം. പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പെരുമ്പടപ്പ്. വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ. ഗുരുവായൂർ മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. തിരുവനന്തപുരം മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 2024 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നോക്കാം. ജൂറി ചെയർമാൻ പ്രകാശ് രാജ്. ജൂറി ചെയർമാൻ ആയിരുന്നത് പ്രകാശ് രാജ് ആണ്. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ജനപ്രിയ ചിത്രമായിരുന്നു പ്രേമലു. മികച്ച ജനപ്രിയ ചിത്രമായിരുന്നു പ്രേമലു. മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരമാണ് മികച്ച സംവിധായകൻ. മികച്ച നവാഗത സംവിധായകൻ ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് ആണ് മികച്ച നവാഗത സംവിധായകൻ. മികച്ച നടൻ മമ്മൂട്ടിയാണ് പ്രമയുഗം എന്ന ചിത്രത്തിൽ. മികച്ച നടൻ മമ്മൂട്ടി പ്രമയുഗം എന്ന ചിത്രത്തിൽ. മികച്ച നടി ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമയിലെ ഷംല ഹംസയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ 2024 55ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സിൽ. സിദ്ധാർത്ഥ് ഭരതൻ പ്രമയുഗം. മികച്ച സ്വഭാവ നടന്മാർ ആരൊക്കെയായിരുന്നു? സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ്, സിദ്ധാർത്ഥ് ഭരതൻ പ്രമയുഗം. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്. നടന്ന സംഭവം എന്ന ചിത്രത്തിൽ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോമോൾ ജോസ് ആണ്. മികച്ച കഥയാണ് പ്രസന്ന വിത്തനാകെ പാരഡൈസ്. മികച്ച കഥ പ്രസന്ന വിത്തനാകെ പാരഡൈസ്. മികച്ച തിരക്കഥ ചിദംബരം മഞ്ഞുമൽ ബോയ്സ്. മികച്ച തിരക്കഥ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ. മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മഞ്ഞുമൽ ബോയ്സ്. മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കർ ARM. മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കർ ARM.
മികച്ച പിന്നണി ഗായിക സെബ ടോമി. എന്ന ചിത്രത്തിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെബ ടോമിയാണ്. മികച്ച ഗാനരചയിതാവാണ് വേടൻ. മികച്ച ഗാനരചയിതാവ് വേടനാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന പാട്ടിനായിരുന്നു ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സംഗീത സംവിധായകനാണ് സുഷിൻ ശ്യാം. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. മികച്ച പശ്ചാത്തല സംഗീതമായിരുന്നു ക്രിസ്റ്റോ സേവ്യർ. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ മികച്ച പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് കിട്ടിയത് ക്രിസ്റ്റോ സേവ്യർക്കായിരുന്നു. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പെൺപാട്ട് താരകൾ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പെൺപാട്ട് താരകൾ CS മീനാക്ഷി. മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ. ഡോക്ടർ വത്സൻ വാതുശ്ശേരിയുടെ മറയുന്ന നാലുകെട്ടുകൾ. മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ നോക്കാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ. കഥ വിമേഷ് മണിയൂറിന്റെ ഭൂതം. കഥ വിമേഷ് മണിയൂറിന്റെ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രൻ പൂമാല. കവിത എന്തായിരുന്നു? പൂമാല എന്ന കവിതയ്ക്കായിരുന്നു പ്രേമജ ഹരീന്ദ്രന്റെ പൂമാല. വൈജ്ഞാനികം B പത്മകുമാറിനാണ് ലഭിച്ചത്. പാഠം 1 ആരോഗ്യം. വൈജ്ഞാനികത്തിനുള്ള അവാർഡ് ലഭിച്ചത് B പത്മകുമാർ. പാഠം 1 ആരോഗ്യം. കഥ ഏതായിരുന്നു? വിമേഷ് മണിയൂറിന്റെ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രന്റെ പൂമാല. വൈജ്ഞാനികത്തിനുള്ള അവാർഡ് ലഭിച്ചത് B പത്മകുമാറിന്റെ പാഠം 1 ആരോഗ്യം. ശാസ്ത്ര വിഭാഗത്തിൽ ലഭിച്ചത് പ്രഭാവതി മേനോനാണ്. ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ എന്നതിനാണ് ലഭിച്ചത്. ശാസ്ത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് പ്രഭാവതി മേനോൻ. ജീവചരിത്രം അഥവാ ആത്മകഥയ്ക്ക് ലഭിച്ചത് ഡോക്ടർ നത്തല്ലൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ. ഡോക്ടർ നത്തല്ലൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന ആത്മകഥയ്ക്കാണ് ലഭിച്ചത്. ഡോക്ടർ നത്തല്ലൂർ ഹരികൃഷ്ണൻ കുട്ടികളുടെ എഴുത്തച്ഛൻ. വിവർത്തനം പുനരാഖ്യാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഡോക്ടർ സംഗീത ചേനംപുള്ളി. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ എന്നതിനാണ് ലഭിച്ചത്. വിവർത്തനം ഡോക്ടർ സംഗീത ചേനംപുള്ളിക്കാണ് വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. നാടകത്തിന് ലഭിച്ചത് ഹാജിറ KM-നാണ്. സാക്ഷി എന്ന നാടകത്തിനാണ് ലഭിച്ചത്. നാടകം ഹാജിറ KM-ന് ലഭിച്ചിരുന്നു. സാക്ഷി എന്ന നാടകത്തിന്. അപ്പോൾ വിമേഷ് മണിയൂർ എന്തിനായിരുന്നു കിട്ടിയത്? കഥാവിഭാഗത്തിലായിരുന്നു ലഭിച്ചത്. ഭൂതം എന്ന കഥാവിഭാഗത്തിനായിരുന്നു ലഭിച്ചത്. കവിത പൂമാല എന്ന കവിതയ്ക്ക് പ്രേമജ ഹരീന്ദ്രനാണ് ലഭിച്ചത്. വൈജ്ഞാനികത്തിന് ലഭിച്ചത് B പത്മകുമാറിനായിരുന്നു. പാഠം 1 ആരോഗ്യം. പ്രഭാവതി മേനോന് ലഭിച്ചത് ശാസ്ത്ര വിഭാഗത്തിനായിരുന്നു. ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. ഡോക്ടർ നെത്തല്ലൂറിന് ലഭിച്ചത് ജീവചരിത്രത്തിനുള്ളതായിരുന്നു. കുട്ടികളുടെ എഴുത്തച്ഛൻ. കുട്ടികളുടെ എഴുത്തച്ഛൻ. ഈ ഡോക്ടർ സംഗീത ചേനംപുള്ളിക്ക് ലഭിച്ചത് വിവർത്തനത്തിനുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് ലഭിച്ചത്. വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. നാടകത്തിന് ലഭിച്ചത് ഹാജിറ KM-നാണ്. സാക്ഷി എന്ന നാടകത്തിനാണ് ലഭിച്ചത്. കേരള സർവകലാശാലയുടെ 2021-22 വർഷത്തെ ONV പുരസ്കാരം നേടിയത്. 2021 ONV പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനായിരുന്നു. 2022 ലഭിച്ചത് M മുകുന്ദനായിരുന്നു. 2021 ONV പുരസ്കാരം നേടിയത് MK സാനുവും 2022 M മുകുന്ദനുമായിരുന്നു ലഭിച്ചത്. ഇനി പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന 2021, 22, 23 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹരായവരെ നോക്കാം. 2021 KG പരമേശ്വരൻ നായർക്കാണ് ലഭിച്ചത്. അപ്പോൾ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹരായവർ 2021 KG പരമേശ്വരൻ നായർ, 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ. അപ്പോൾ 2021 ലഭിച്ചത് KG പരമേശ്വരൻ നായർക്കാണ്. 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ, 2023 ലഭിച്ചത് N അശോകനായിരുന്നു. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് KR മീര. അപ്പോൾ 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് KR മീര.
സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് KP സുധീര. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാണ് KP സുധീര. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 യുനെസ്കോ സാഹിത്യ നഗര പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 യുനെസ്കോ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് സന്തോഷ് എച്ചിക്കാനത്തിനാണ് ലഭിച്ചത്. കഥ മിസാറു. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം. കഥ മിസാറു. യുവ എഴുത്തുകാരനുള്ള അവാർഡ് ലഭിച്ചത് ആദിക്കാണ്. കൃതി കവിത പെണ്ണപ്പൻ. യുവ എഴുത്തുകാരനുള്ള അവാർഡ് ലഭിച്ചത് ആദി. കൃതി കവിത പെണ്ണപ്പൻ. ഇനി മലയാള വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ജെ ഗോപാലകൃഷ്ണൻ തുംഗഭദ്ര. മലയാള വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ജെ ഗോപാലകൃഷ്ണൻ തുംഗഭദ്ര. ഈ വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർ രാജശ്രീക്കാണ്. ആത്രേയകം എന്ന കൃതിക്കാണ് ലഭിച്ചത്. വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർ രാജശ്രീ. ആത്രേയകം എന്ന കൃതിക്കാണ് ലഭിച്ചത്. മലയാളത്തിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതികൾക്കുള്ള അവാർഡ് AJ തോമസ്. ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ്. മലയാളത്തിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതിക്കുള്ള അവാർഡ് ലഭിച്ചത് AJ തോമസിനാണ്. ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ്. 2024 സംസ്ഥാന കർഷക അവാർഡുകൾ നോക്കാം. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് CJ സക്കറിയ പിള്ള. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത് CJ സക്കറിയ പിള്ള. കേര കേസരി അവാർഡ് ലഭിച്ചത് N മഹേഷ് കുമാറിനാണ്. കേര കേസരി അവാർഡ് ലഭിച്ചത്. ഇനി കർഷക ജ്യോതി അവാർഡ് ലഭിച്ചത് മിഥുൻ NS. കർഷക ജ്യോതി അവാർഡ് ലഭിച്ചത് മിഥുൻ NSനാണ്. കർഷക തിലകം അവാർഡ് ലഭിച്ചത് വാണി V. കർഷക തിലകം അവാർഡ് ലഭിച്ചത് വാണി V. CJ സക്കറിയ പിള്ളയ്ക്ക് എന്താണ് ലഭിച്ചത്? സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ലഭിച്ചത്. N മഹേഷ് കുമാറിന് കേര കേസരി അവാർഡ് ലഭിച്ചിരുന്നു. കേര കേസരി അവാർഡ് ലഭിച്ചത് N മഹേഷ് കുമാറിനായിരുന്നു. മിഥുൻ NSന് ലഭിച്ചത് കർഷക ജ്യോതി അവാർഡാണ്. മിഥുൻ NSന് ലഭിച്ചത്. വാണി വിക്ക് ലഭിച്ചത് കർഷക തിലകം അവാർഡാണ്. വാണി വിക്ക് ലഭിച്ചത്. ആർദ്ര കേരള പുരസ്കാരം 2023-24 വർഷത്തിലെ ആർദ്ര കേരള പുരസ്കാരം നോക്കാം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മത്സ്യകൃഷിയിലെ മികച്ച നേട്ടങ്ങൾക്കായുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ 2025 എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. മത്സ്യകൃഷിയിലെ മികച്ച നേട്ടങ്ങൾക്കായുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ 2025 എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. കവിതാ വിഭാഗത്തിൽ അനിത തമ്പിക്കാണ് ലഭിച്ചത്. കൃതി മുരിങ്ങ വാഴ കറിവേപ്പ്. അപ്പോൾ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാര കവിതാ വിഭാഗത്തിൽ അനിത തമ്പിക്കാണ് ലഭിച്ചത്. കൃതി മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ വിഭാഗത്തിൽ GR ഇന്ദുഗോപനാണ് ലഭിച്ചത്. നോവൽ വിഭാഗത്തിൽ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് GR ഇന്ദുഗോപനാണ്. കൃതി ആനോ. ആനോ എന്ന കൃതിക്കാണ് GR ഇന്ദുഗോപന് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത്. ചെറുകഥയ്ക്ക് ലഭിച്ചത് V ഷിനിലാലിനായിരുന്നു. കൃതി ഗരിസപ്പ അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് ലഭിച്ചത്. ചെറുകഥയ്ക്ക് ലഭിച്ചത് V ഷിനിലാലിനാണ്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യത്തിന് ലഭിച്ചത് EN ഷീജയ്ക്കാണ്. EN ഷീജയ്ക്കാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ വിഭാഗത്തിൽ ലഭിച്ചത്. കൃതി അമ്മ മണമുള്ള കനിവുകൾ. അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ് ബാലസാഹിത്യ വിഭാഗത്തിൽ EN ഷീജയ്ക്ക് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. സാഹിത്യ വിമർശനത്തിനുള്ള അവാർഡ് ലഭിച്ചത് G ദിലീപനാണ്. G ദിലീപന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന സാഹിത്യ വിമർശനത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം G ദിലീപന് ലഭിച്ചത്.
ഇനി വൈജ്ഞാനിക സാഹിത്യത്തിന് ലഭിച്ചത് പി ദീപക്കിനായിരുന്നു വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന വൈജ്ഞാനിക സാഹിത്യത്തിനാണ് പി ദീപക്കിന് ലഭിച്ചത്. നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. നാടക വിഭാഗത്തിൽ ലഭിച്ചത് ശശിധരൻ നടുവിൽ. പിത്തളശലഭം എന്ന നാടകത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിന് ലഭിച്ചത്. നാടകം പിത്തളശലഭം. ഇനി ഹാസ്യ സാഹിത്യത്തിന് ലഭിച്ചത് നിരഞ്ജനായിരുന്നു. ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ നിരഞ്ജനായിരുന്നു ലഭിച്ചത്. കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന ഹാസ്യ സാഹിത്യത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിരഞ്ജന് ലഭിച്ചത്. ജീവചരിത്രം ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് ലഭിച്ചത്. ജീവചരിത്ര വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ നായർക്ക് ഞാൻ എന്ന ഭാവം എന്ന ജീവചരിത്രത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. യാത്രാ വിവരണം KR അജയനാണ് ലഭിച്ചത്. ആരോഹണം ഹിമാലയം എന്ന യാത്രാ വിവരണത്തിനാണ് KR അജയന് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മികച്ച ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് EN ഷീജയ്ക്കാണ്. അമ്മ മണമുള്ള കനിവുകൾ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് EN ഷീജയ്ക്ക് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. CB കുമാർ അവാർഡ് ഉപന്യാസ വിഭാഗത്തിൽ M സ്വരാജിനാണ് ലഭിച്ചത്. പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്ക് M സ്വരാജിനാണ് CB കുമാർ അവാർഡ് ഉപന്യാസ വിഭാഗത്തിൽ ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്കാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ. പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്കാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസിനാണ്. അപ്പോൾ 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 കലൈമാണി പുരസ്കാരത്തിന് അർഹയായ ഗായികയാണ് ശ്വേതാ മോഹൻ. 2023 കലൈമാണി പുരസ്കാരത്തിന് അർഹയായ ഗായികയാണ് ശ്വേതാ മോഹൻ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല, ഛത്തീസ്ഗഡ്. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നോക്കാം. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, സംവിധാനം ഫാസിൽ മുഹമ്മദ്. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്, സംവിധാനം ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായികയാണ് ഇന്ദുലക്ഷ്മി. അപ്പുറം എന്ന സിനിമയ്ക്കാണ് മികച്ച സംവിധായകയ്ക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത് ഇന്ദുലക്ഷ്മി. മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. ARM, അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമകൾക്കാണ് മികച്ച നടനുള്ള അവാർഡ് ടോവിനോ തോമസിന് ലഭിച്ചത്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് നസ്രിയ നസീമിനെയാണ്. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നസ്രിയ നസീമിന് ലഭിച്ചത്. റീമ കല്ലിങ്കൽ, തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്തിനാണ് റീമ കല്ലിങ്കൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നസ്രിയ നസീം, റീമ കല്ലിങ്കൽ. മികച്ച രണ്ടാമത്തെ ചിത്രമാണ് സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനി മികച്ച രണ്ടാമത്തെ ചിത്രമാണ്. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സഹനടൻ സൈജു കുറുപ്പ്. മികച്ച സഹനടൻ സൈജു കുറുപ്പ്. ഭരതനാട്യം, ദി തേർഡ് മർഡർ എന്ന സിനിമകൾക്കാണ് സൈജു കുറുപ്പിന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സഹനടി ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച സഹനടിയായി 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്.
2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാമ്പാണ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ദീപ ഭാസിയാണ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ദീപ ഭാസിയാണ്. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് IIFA മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ലബാത്ത ലേഡീസ്. മികച്ച ചിത്രം ലബാത്ത ലേഡീസ്. മികച്ച സംവിധാനം കിരൺ റാവു, ലബാത്ത ലേഡീസ്. മികച്ച നടൻ കാർത്തിക് ആര്യൻ, ഫൂൽ ഫൂലയ്യ 3. മികച്ച നടി നിതാൻഷി ഗോയൽ, ലബാത്ത ലേഡീസ്. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലബാത്ത ലേഡീസ്. മികച്ച സംവിധായകൻ കിരൺ റാവു. മികച്ച നടൻ കാർത്തിക് ആര്യൻ. മികച്ച നടി നിതാൻഷി ഗോയൽ. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശ്വരൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശ്വരൻ. KK ബിർള ഫൗണ്ടേഷന്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച സംസ്കൃത പണ്ഡിതനാണ് മഹാമഹോപാധ്യായ ഭദ്രേഷ് ദാസ്. കൃതി സ്വാമിനാരായണ സിദ്ധാന്ത സുധ. KK ബിർള ഫൗണ്ടേഷന്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച സംസ്കൃത പണ്ഡിതനാണ് മഹോപാധ്യായ ഭദ്രേഷ് ദാസ്. മഹാമഹോപാധ്യായ ഭദ്രേഷ് ദാസ്. കൃതി സ്വാമിനാരായണ സിദ്ധാന്ത സുധ. 2025 ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് 2025 ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിരുന്നു. മിത്ര വിഭൂഷൺ പുരസ്കാരം കിട്ടിയത് 2025 മിത്ര വിഭൂഷൺ പുരസ്കാരം ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായിരുന്നു നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോർച്ചുഗൽ സന്ദർശിക്കുന്ന വേളയിൽ ലിസ്ബൺ മേയർ ഏത് ബഹുമതി നൽകിയാണ് ആദരിച്ചത്? സിറ്റി കീ ഓഫ് ഓണർ. സിറ്റി കീ ഓഫ് ഓണർ ദ്രൗപദി മുർമുവിനെ പോർച്ചുഗൽ സന്ദർശിക്കുന്ന വേളയിൽ ലിസ്ബൺ മേയറാണ് നൽകിയത്. ഓർത്തുവയ്ക്കണം, ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പോർച്ചുഗൽ സന്ദർശിക്കുന്ന വേളയിൽ ലിസ്ബൺ മേയർ ഏത് ബഹുമതി നൽകിയാണ് ആദരിച്ചത്? സിറ്റി കീ ഓഫ് ഓണർ. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടനയാണ് ഫിഫ. ലോക സമാധാനത്തിന് പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഏതാണ്? ഫിഫയാണ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. 74ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ഫാത്തിമ ബോഷ്. മെക്സിക്കോയിലെ ഫാത്തിമ ബോഷാണ് 74ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത്. 74ാമത് വിശ്വസുന്ദരി മത്സരം നടന്ന രാജ്യമാണ് തായ്ലൻഡ്. 74ാമത് വിശ്വസുന്ദരി മത്സരം നടന്ന രാജ്യം തായ്ലൻഡിലാണ്. 74ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് മണിക വിശ്വകർമ്മയാണ്. 74ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? മണിക വിശ്വകർമ്മ. 74ാമത് വിശ്വസുന്ദരി മത്സരത്തിന്റെ വിധികർത്താക്കളിൽ ഒരാളായിരുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസമാണ് സൈന നെഹ്വാൾ. 74ാമത് വിശ്വസുന്ദരി മത്സരത്തിന്റെ വിധികർത്താക്കളിൽ ഒരാളായിരുന്ന ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസമാണ് സൈന നെഹ്വാൾ. അപ്പോൾ 74ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ഫാത്തിമ ബോഷാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുവയ്ക്കണം. 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൽ സുജാത ചുവങ്സിയാണ്. തായ്ലൻഡിന്റെ ആദ്യത്തെ ലോകസുന്ദരിയാണ്. 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൽ സുജാത ചുവങ്സി തായ്ലൻഡിന്റെ ആദ്യത്തെ ലോകസുന്ദരിയാണ്. ലോകസുന്ദരി മത്സരത്തിന്റെ ആദ്യത്തെ ഗ്ലോബൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തിയാണ് സുധാ റെഡ്ഡി. ലോകസുന്ദരി മത്സരത്തിന്റെ ആദ്യത്തെ ഗ്ലോബൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തിയാണ് സുധാ റെഡ്ഡി. 72ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. 72ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൽ സുജാത ചുവങ്സി തായ്ലൻഡിന്റെ ആദ്യത്തെ ലോകസുന്ദരിയാണ്. ഓർത്തുവയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വരുന്ന എക്സാമുകൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഷുവറായി ചോദിക്കുന്നതാണ്. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.